പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവം നൽകി തരാൻ നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35 3 വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 35 വേഴ്സ് 3. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. ആമേൻ. തളർന്നിരിക്കുന്ന അവസ്ഥയിലെ ആമേൻ ഉറപ്പില്ലാതിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവവചനം പറയുന്നത് തളർന്നു പോയതിനെ ബലപ്പെടുത്തുക, കുഴഞ്ഞു പോയതിനെ ഉറപ്പിക്കുക. ഏത് കാര്യത്തിലാണ് ഉറപ്പില്ലാത്തത്? എവിടെയാണ് തളർന്നു പോയത്? അടുത്തത് എന്തെന്ന് ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ? ഈ വചനത്തിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി, നമ്മുടെ ഉറപ്പിന് വേണ്ടി, നമ്മുടെ ധൈര്യത്തിന് വേണ്ടി, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ സമാധാനത്തിന് വേണ്ടി, നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മരിച്ച് കാൽവരിയുടെ കൊലക്കളത്തിൽ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലതുവശത്ത്, ആമേൻ, വലതുവശത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്, ഒരു രക്ഷകനുണ്ട്, ഒരു വീണ്ടെടുപ്പുകാരനുണ്ട്. ആ യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. എല്ലാം നന്മയ്ക്കായി മാറ്റും. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്ത് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘട്ടത്തിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.